Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 8 ഞായറാഴ്ച നടക്കും. കഴിഞ്ഞ കാലത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി സൊസൈറ്റി ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഡിസംബർ 8 ഞായറാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നായത്തോട് അങ്കമാലി ജൂനിയർ ബേസിക് സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ്. 1967 122 അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച സംഘം വളർച്ചയുടെ പടവുകൾ കയറി ഇപ്പോൾ 8000-ഓളം അംഗങ്ങളുമായി മുന്നേറ്റം തുടരുന്നു. മുഴുവൻ അംഗങ്ങൾക്കും വർഷങ്ങളായി 25% ലാഭവിഹിതം നൽകി വരുന്നു എന്നതും അങ്കമാലി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. പാചകവാതക വിതരണ രംഗത്തും മികവുറ്റ പ്രവർത്തനമാണ് സൊസൈറ്റി നടത്തിവരുന്നത്. അങ്കമാലി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക കൊമേഴ്സ്യൽ LPG കണക്ഷനുകൾ നൽകുന്നതും അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയാണ്. കൂടാതെ സംഘാംഗങ്ങൾക്ക് അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷ, 70 വയസ്സു കഴിഞ്ഞവർക്ക് സാന്ത്വന പെൻഷൻ, 4000-ഓളം കുടുംബങ്ങൾക്ക് സ്വാശ്രയ ഗ്രൂപ്പ് ലോൺ, LPG കണക്ഷൻ എടുക്കുന്നവർക്ക് പലിശരഹിത വായ്പ തുടങ്ങി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ സൊസൈറ്റി നടത്തിവരുന്നതായി നിലവിലെ പ്രസിഡന്റും അങ്കമാലി നഗരസഭാ ചെയർമാനുമായ മാത്യു തോമസ് പറയുന്നു. അങ്കമാലി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഞായറാഴ്ച ഡിസംബർ 8 രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അങ്കമാലി JBSൽ വെച്ച് നടക്കുകയാണ്. ഭരണസമിതിയിലേക്ക് 13 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ UDF പാനലിൽ നിന്നും 6 പേർ ഇതിനകം തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി 7 സീറ്റിലേക്കാണ് മത്സരം നടക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ എല്ലാ സമ്മതിദായകരും ഞായറാഴ്ച രാവിലെ 9-നും 5-നും ഇടയ്ക്കുള്ള സമയത്ത് JBSൽ വന്ന് UDF പാനലിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. 1967 122 അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ സൊസൈറ്റി. ഇന്ന് ഏതാണ്ട് 8000-ഓളം അംഗങ്ങൾ ഈ സൊസൈറ്റിയിൽ ഉണ്ട്. നിരവധി സേവന പ്രവർത്തനങ്ങളുമായി ജനങ്ങളുടെ സമ്മതി ആർജിക്കുവാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 30ഓളം വർഷമായി ഈ സൊസൈറ്റി ഭരിക്കുന്നത് UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഏജൻസിയാണ് അങ്കമാലി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ സൊസൈറ്റി. ഏതാണ്ട് 30,000-ഓളം ഗാർഹിക ഉപഭോക്താക്കളും ധാരാളം കൊമേഴ്സ്യൽ കണക്ഷനുമുള്ള ഒരു ഗ്യാസ് ഏജൻസിയാണ് നമ്മുടെ സൊസൈറ്റിയുടേത്. അതുപോലെ തന്നെ സെർവോ ഉൽപ്പന്നങ്ങൾ, ഗ്രീസ്, ഓയിൽ തുടങ്ങിയ ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയും സൊസൈറ്റി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബാങ്കിങ് മേഖലയിലും മികച്ച പ്രവർത്തനമാണ് സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി സ്വാശ്രയ ഗ്രൂപ്പ് ലോൺ സംവിധാനം ഏർപ്പെടുത്തി ആയിരക്കണക്കിന് സ്ത്രീകളെ ശാക്തീകരിക്കാൻ മുന്നോട്ട് വന്ന സൊസൈറ്റിയാണ് നമ്മുടേത്. അതോടൊപ്പം തന്നെ നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ സൊസൈറ്റി നടത്തുന്നുണ്ട്. ഇത് ബാങ്കാണ്, ഗോൾഡ് ലോണുണ്ട്, മറ്റൊരുപാട് ജനസേവന പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിന് സ്വന്തമായി ഹെഡ് ഓഫീസുണ്ട്. എയർപോർട്ടിനടുത്ത് ബ്രാഞ്ച് പണിയുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങി പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു. അങ്ങനെ നിരവധി ആസ്തിയും ഈ സൊസൈറ്റിക്കുണ്ട്. അങ്ങനെ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകാൻ ഈ സൊസൈറ്റിയെ
നയിക്കുന്നത് UDFന്റെ പാനലിലുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ എന്നും ജനങ്ങളുടെ പിന്തുണ നല്ല തോതിൽ ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. തുടർന്നും എല്ലാ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF പാനലിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ എല്ലാ അംഗങ്ങളും മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഭരണസമിതിയിലെ 13 ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇതിൽ 6 സംവരണ മണ്ഡലങ്ങളിൽ UDF പാനലിലുള്ള ബിജു പൂപ്പത്ത്, മേരി വർഗീസ്, ഗീതാ സുധാകരൻ, BA സുഭാഷ്, അർജുൻ ബൈജു, നിഷ സാജു എന്നിവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ വിഭാഗത്തിലെ 7 അംഗങ്ങൾക്കായുള്ള വോട്ടെടുപ്പാണ് ഇനി നടക്കാനുള്ളത്. ഇതിൽ ബാലറ്റ് ക്രമ നമ്പർ 2 KA ജോൺസൺ, 3 ദേവച്ചൻ കോട്ടയ്ക്കൽ, 5 ബേബി വി മുണ്ടാടൻ, 7 മാത്യു തോമസ്, 9 ഷിബി പാപ്പച്ചൻ, 10 ഷീല പൗലോസ്, 11 സാജു നെടുങ്ങാടൻ എന്നിവരാണ് UDF പാനലിൽ ഉള്ളവർ. ഞായറാഴ്ച സന്ധ്യയോടെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകും. നായത്തോട് ജംഗ്ഷനിൽ സൊസൈറ്റിയുടെ ബ്രാഞ്ച് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. സൊസൈറ്റി സ്വന്തമായി വാങ്ങിയ 26 സെന്റ് സ്ഥലത്താണ് കെട്ടിടം ഉയരുന്നത്. ഇതര സഹകരണ സംരംഭങ്ങൾക്ക് മാതൃകയായി വികസന പാതയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന അങ്കമാലി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയുടെ ഭരണം നിലനിർത്താനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.